ഹേ മൈ ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നാട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണ്. ഞാൻ മാത്രം വളരെ കുറച്ച് ദിവസത്തിന് നാട്ടിലേക്ക് പോവുകയാണ്. അനുവേട്ടനില്ല കേട്ടോ. ഞാൻ പോയ എന്നെ മിസ് ചെയ്യോ അപ്പം ഞാൻ പോയ എന്നെ മിസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരാൾ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അനുവേട്ടൻ എന്നെ ഒന്ന് ട്രെയിൻ കയറ്റി വിടാൻ വേണ്ടി വന്നതാണ്. ആദ്യമായിട്ടാണ് ഞാൻ അനുവേട്ടനില്ലാതെ തനി ഇത്ര ലോങ് ട്രിപ്പ് പോകുന്നത്. അപ്പം നമ്മുടെ മില്ലേനിയം എക്സ്പ്രസ് ഒക്കെ വന്നു, അതിൽ കയറി അനുവേട്ടനോട് ബായൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ സീറ്റിലൊക്കെ ഇരുന്നു. അപ്പോഴേക്കും ഒരു ഷീറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഞാൻ അപ്പർ ബർത്തായിരുന്നു, അത് കാരണം കൂടുതലും മേലെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് വിശന്നപ്പോൾ ഞാനൊരു സ്നിക്കേഴ്സ് എടുത്ത് കഴിച്ചു കേട്ടോ. ഇനി ഇതൊക്കെ തന്നെയല്ലേ പണിയുള്ളൂ. പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി പാട്ടൊക്കെ കേട്ടു. അങ്ങനെ ഇങ്ങനെയും ടൈമൊക്കെ കളഞ്ഞു. എങ്ങനെയെങ്കിലും നമ്മൾ നാളെ വരെ പിടിച്ച് നിൽക്കണ്ടേ. പിന്നെ ഓൾറെഡി അവിടെ നിന്ന് നല്ല തണുപ്പിലാണ് വന്നെങ്കിലും ട്രെയിനിൽ അതിലേറെ തണുപ്പായിരുന്നു. ആ എ സിൻ്റെ തൊട്ട് നേരെ താഴെയായിരുന്നു ഞാൻ. പിന്നെ ഒരു 7:30 ആയപ്പോൾ ഞാൻ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. ചപ്പാത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ചോക്ലേറ്റ് പീനട്ട് ബട്ടറിൽ ഉള്ളിൽ വെച്ചൊന്ന് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഞാൻ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരാളല്ലേ ഉള്ളൂ, വെറും 2 മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അതൊക്കെ ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, വെള്ളമൊക്കെ കുടിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങി. അങ്ങനെ രാവിലെ ബ്രഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷപ്പായി ഫൈനലി ഈ ഒരു സ്പ്രേയും കൂടി അടിച്ച് ടോട്ടലി ഞാനൊന്ന് സെറ്റിൽഡായി. എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് ഈ സ്പ്രേ ഭയങ്കര ഇഷ്ടമാണ്. സോ എൻ്റെ ഒരു ബാഗിൽ എപ്പോഴും ഒരു ചെറിയ ബോട്ടിലെങ്കിലും ഒരു സ്പ്രേ എന്തായാലും കാണും. എനിക്ക് എന്താണെന്ന് അറിയില്ല, സ്പ്രേ അടിച്ചാലാണ് ഓക്കെ ഞാൻ ഫ്രഷായി അല്ലെങ്കിൽ ഒന്ന് സെറ്റിൽഡായി എന്ന് എനിക്ക് തോന്നാറുള്ളത്. പിന്നെ എൻ്റെ തൊട്ട് താഴെ ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അവളുടെ പേര് ഋത്വി എന്നാണ്. ഭയങ്കര ആക്റ്റീവാട്ടോ. അവളുടെ കൂടെ കുറേ അധികം നേരം കളിച്ചിട്ട് ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോഴേക്കും പിന്നെ ലഞ്ച് ടൈം ആയി. ഞാൻ കുറച്ച് ലെമൺ റൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെയും ആസ് യൂഷ്വൽ വീണ്ടും ഫോൺ നോക്കൽ ആ കാര്യങ്ങളൊക്കെ. ഫൈനലി നമ്മുടെ സ്റ്റേഷൻ എത്താറായിട്ടോ. അപ്പം നമ്മൾ ഡോറിൻ്റെ അവിടെ ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചു. അങ്ങനെ നമ്മൾ സ്റ്റേഷനെത്തി അവിടെ ഇറങ്ങി. അപ്പോഴേക്കും അമ്മയും ചേച്ചിയും ആളും എല്ലാവരും കൂടിയിട്ട് എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഒട്ടും ഒറ്റയ്ക്കാണെന്ന് തോന്നിയില്ല കേട്ടോ. അപ്പോൾ എത്ര ഉള്ളൂ ഇന്നത്തെ വിശേഷം.